ആക്ച്വലി അവിടെ അത്രയും മുറി ഉണ്ടോ? പിന്നെ നല്ല സൗകര്യമുണ്ട്, നമുക്കറിയാമല്ലോ. ഇപ്പൊ 101 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ടോ? 101 പേർക്ക് അല്ല, നമ്മുടെ ഓഫീസിൽ ഒരാൾക്കല്ലേ ഇരിക്കാൻ പറ്റും. അല്ല, ഞാൻ പറയുന്നത് കോർപ്പറേഷൻ അംഗങ്ങൾക്ക് ഇരിക്കാനുള്ള എല്ലാവർക്കും ഉള്ള സൗകര്യം അവിടെ. അല്ല, അതാണ് അപ്പൊ നമുക്ക് നേരത്തെ ഈ സൗകര്യം വലിയ നേതാക്കന്മാരൊക്കെ കൗൺസിലർമാരായി മാറുമ്പോൾ അവർ സ്വന്തമായിട്ട് ഓഫീസ് എടുക്കാറുണ്ട്. ഞാൻ മേയറായി വരുമ്പോഴാണ് 100 വാർഡുകൾക്കും വാർഡ് കേന്ദ്രം വേണമെന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അന്ന് മേയറായി ചുമതല വഹിച്ച ഞാനാണ്. അങ്ങനെയാണ് അതിനാവശ്യമായിട്ടുള്ള നഗരസഭയുടെ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കാം. മറ്റേതെങ്കിലും സഹകരണ സ്ഥാപനങ്ങളോ മറ്റു കെട്ടിടങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കാം, സൗജന്യമായി പ്രവർത്തിക്കാം. ഇനി അതൊന്നും ലഭ്യമല്ല എങ്കിൽ സ്വകാര്യ കെട്ടിടം എടുക്കാം. ഇപ്പൊ ഞാൻ മേയറായിരുന്ന സമയത്ത് കഴക്കൂട്ടത്ത് ഒരു സ്വകാര്യ കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ടാണ് അവിടെ ഓഫീസ് പ്രവർത്തിപ്പിച്ചത്. അവിടെ ജംഗ്ഷനിൽ മറ്റ് സ്ഥലങ്ങളില്ല, സോണൽ ഓഫീസേ ഉള്ളൂ. അവിടെയാണെങ്കിൽ അസൗകര്യവും ഉണ്ട്. അപ്പൊ ജംഗ്ഷനിൽ ഒരു സ്വകാര്യ കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ടാണ് ഞാനും പ്രവർത്തിച്ചത്. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ശാസ്തമംഗലം കൗൺസിലറുടെ ഓഫീസ് ആ കെട്ടിടം കിട്ടുന്നതും ഒക്കെ എന്റെ പീരീഡിൽ തന്നെയാണ്. മേയറായിരിക്കുമ്പോൾ തന്നെയാണ് അതിന്റെ കല്ലിടുന്നതും. അവിടെ ഒരു പഴയ കെട്ടിടമായിരുന്നു, അത് പൊളിച്ചു മാറ്റി ഒരു മൾട്ടി കെട്ടിടം നമ്മൾ പണിഞ്ഞു. അവിടെ ഒരു മുറി കൗൺസിലർക്ക് വേണമെന്ന് അന്നത്തെ കൗൺസിലർ ആവശ്യപ്പെട്ടു. ആ മുറി അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ ബൈ ഇലക്ഷനിലൂടെ MLA ആയപ്പോഴാണ് ഈ MLA ഹോസ്റ്റലിലെ മുറി വന്നു. അപ്പൊ ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ അന്ന് താഴത്തെ നിലയില്ല. അപ്പൊ സ്പീക്കറുടെ ഗസ്റ്റ് ഹൗസിന്റെ ഭാഗമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന 2 മുറികൾ എനിക്ക് അനുവദിക്കാം എന്നുള്ളൊരു ധാരണ വന്നു. അത് ഒരു നില കയറി വേണം പോവേണ്ടത്. അപ്പൊ ഞാനിത് പരിശോധിക്കുമ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് വരാൻ പ്രയാസമായിരിക്കും, വയസ്സായ ആളുകൾക്ക് സ്റ്റെപ്പ് കയറി മുകളിൽ വരാൻ പ്രയാസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ വേണ്ട, നമുക്ക് മറ്റേതെങ്കിലും ഒരു സ്ഥലം നോക്കാം എന്ന ഒരു അന്വേഷണത്തിലാണ് അവസാനം അന്ന് LDFന്റെ കൗൺസിലർ ആയിരുന്നല്ലോ. LDFന്റെ കൗൺസിലർ തന്നെ പറഞ്ഞു, കൗൺസിലർ ഓഫീസിന്റെ തൊട്ടടുത്തൊരു ഹാളുണ്ട്, അതിനെ പാർട്ടീഷൻ ചെയ്താൽ അവിടെ ഓഫീസാക്കി എടുക്കാം. അവിടെ നേരത്തെ ഇങ്ങനെ റൂം ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ പോയി കണ്ട് ആ ഭാഗത്തൊരു ഈ ഗ്ലാസ് ഡോർ പിടിപ്പിച്ച് അതിനെ റൂമാക്കി മാറ്റാം എന്ന നിലയിൽ എടുക്കുന്നത്. അപ്പോ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കഴിഞ്ഞ 7 വർഷവും 2 കൗൺസിലർമാർ അവിടെ പ്രയോജനപ്പെടുത്തി അവരുടെ ആളുകളെ കണ്ട് ഞാനും പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. അന്നില്ലാത്ത അസൗകര്യം എന്തുകൊണ്ടാണ് ഇപ്പൊ വരുന്നേ? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ മുൻ DGP എന്ന നിലയിലൊക്കെ നിന്നതുകൊണ്ട് എനിക്ക് ഈ റൂം പോരാ എന്ന് മാഡത്തിന് തോന്നിക്കാണും. ഞാനത് കുറ്റം പറയുന്നില്ല. പക്ഷെ അത് ഒന്നുകിൽ കോർപ്പറേഷൻ സെക്രട്ടറിയെ കൊണ്ട് സാധാരണഗതിയിൽ ഒരു കൗൺസിലർ വിളിച്ച് MLAയോട് അത് അങ്ങയുടെ റൂം ഒഴിഞ്ഞു തരണം, എനിക്ക് കുറച്ചുകൂടെ സൗകര്യമായിട്ടിരിക്കണം എന്ന് പറയുന്നത് ന്യായമാണോ? അപ്പൊ ആ ഒരു ചിന്ത മാഡത്തിന് പോയില്ല, അല്ലെങ്കിൽ മാഡത്തെ പ്രേരിപ്പിച്ചവർ അത് ആലോചിച്ചില്ല. അതാണ് എനിക്ക്. അതിനിടയിൽ ചില ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട്, ഈ ബാത്റൂമിൽ അലമാരയൊക്കെ വെച്ച് ഫയൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത്. അതൊക്കെ വെറുതെ സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. കാരണം വ്യാജ പ്രചരണങ്ങളാണല്ലോ. അപ്പോൾ ആ ഓഫീസ് സന്ദർശിക്കുന്ന ആർക്കും അറിയാം, അവിടെ കൗൺസിലറുടെ മേശയുണ്ട്, കസേരയുണ്ട്, മറുഭാഗത്ത് 4 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം, ഫയലുകൾ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ചിത്രീകരണം, ഒരു നെഗറ്റീവ് കൊണ്ടുവരാൻ വേണ്ടി അലമാര പിടിച്ച് ബാത്റൂമിലേക്ക് വെക്കുന്നു, ടോയ്ലറ്റിന്റെ അകത്തുകൊണ്ടൊന്ന് ഫയൽ വയ്ക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. ഞാനതാണ് പറഞ്ഞത്, അവിടെ നേരത്തെ ഇരുന്ന കൗൺസിലറൊക്കെ 1-2 മണിക്കൂറൊക്കെ വന്നിരിക്കും, അവരുടെ കാര്യങ്ങൾ നടത്തും, അവരങ്ങ് പോകും.